എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാപ്പി മഹാകന്ദസഷ്ടി. ഇന്ന് മഹാകന്ദസഷ്ടിയാണ്. ഈ ദിവസത്തിൽ തന്നെ മഹാകന്ദസഷ്ടി പോലുള്ള ഒരുപാട് വ്രതങ്ങൾ നമ്മൾ അനുഷ്ഠിക്കാറുണ്ട്, കേട്ടിട്ടുണ്ട്. ഷഷ്ടിയിൽ വ്രതം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും പ്രയാസങ്ങളും നീങ്ങി ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇതേപോലെ മഹാകന്ദസഷ്ടി വ്രതം എന്ന് മാത്രമല്ല, എല്ലാ മാസങ്ങളിലും വരുന്ന ഷഷ്ടി വ്രതം എടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ 48 ദിവസങ്ങൾ ഒരു മണ്ഡലകാലം വ്രതം എടുക്കുന്നതിനെക്കുറിച്ചും 41 ദിവസങ്ങൾ അയ്യപ്പസ്വാമിക്ക് വേണ്ടി വ്രതമെടുക്കാറുണ്ട്. 21 ദിവസങ്ങൾ, 11 ദിവസങ്ങൾ തുടങ്ങി ഇങ്ങനെ ഒരു നിശ്ചിത കാലത്തേക്ക് നമ്മുടെ ഇഷ്ടദൈവത്തിന്, കുലദൈവത്തിന് വേണ്ടി നമ്മൾ വ്രതമിരിക്കാറുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു നിശ്ചിത കാലത്തേക്ക് നമ്മൾ വ്രതമിരിക്കുന്നത്? അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി, നമുക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ട് യഥാർത്ഥത്തിൽ ലഭിക്കുമോ എന്നുള്ളത് പലർക്കുള്ളൊരു സംശയമാണ്. ഈ കന്ദസഷ്ടി ദിനത്തിൽ മഹാകന്ദസഷ്ടിയോടനുബന്ധിച്ച് ഒരു സ്റ്റോറി പറയാം. ഇന്ന് മഹാകന്ദസഷ്ടിയാണ്. സൂര്യസംഹാരം നടന്ന ദിവസം. അതായത് താരകാസുരൻ, സൂരപത്മൻ എന്നീ അസുരന്മാർ സാക്ഷാൽ പരമേശ്വരനെ നോക്കി കഠിനമായ തപസ് അനുഷ്ഠിക്കുകയും ഒടുവിൽ പ്രത്യക്ഷപ്പെട്ട മഹാദേവൻ അവർ ചോദിച്ച വരങ്ങളെല്ലാം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ മഹാദേവനിൽ നിന്ന് വരങ്ങൾ നേടിയ താരകാസുരനും സൂരപത്മനാകട്ടെ തങ്ങളുടെ ശക്തിയിൽ അഹങ്കരിക്കുകയും ദേവന്മാരെ പോലും തടവിലാക്കുകയും ലോകത്തിൻ്റെ സമാധാനം നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് സുബ്രഹ്മണ്യൻ്റെ അവതാരം. ഈ സ്റ്റോറി കേൾക്കുമ്പോൾ സ്വാഭാവികമായും പലരുടെയും മനസ്സിലുയരുന്ന ചോദ്യമാണ്, വരം നൽകുന്ന ഭഗവാൻ അറിയാം അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ ഈ വരം നൽകാതിരുന്നാൽ പോരെ എന്ന് പലരും ചിന്തിച്ചേക്കാം. അവിടെയാണ് ഈ തപസ്സിൻ്റെ, ഈ വ്രതത്തിൻ്റെ ഒരു പവിത്രത നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസുരനാണെങ്കിൽ പോലും കഠിനമായ തപസ്, വ്രതശുദ്ധിയോടുകൂടി ഭയഭക്തിയോടുകൂടി തപസ് അനുഷ്ഠിക്കുന്ന സാഹചര്യത്തിൽ ആ ഭഗവാന് പോലും അവർ ചോദിക്കുന്നതെന്തോ അത് നൽകാതിരിക്കാൻ സാധ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അന്ന് അസുരന്മാർ ചെയ്തത് തപസ്സാണെങ്കിൽ ഇന്ന് നമ്മൾ മനുഷ്യർ വ്രതമായി അനുഷ്ഠിക്കുന്നു. ഭയഭക്തിയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, വിശ്വാസത്തോടുകൂടി നമ്മൾ തുടർച്ചയായി ഭഗവാന് വേണ്ടി വ്രതം അനുഷ്ഠിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും നിശ്ചയമായും നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തോ, പ്രാർത്ഥിക്കുന്നതെന്തോ, നിങ്ങളുടെ ആവശ്യമെന്തോ അത് നമ്മുടെ ഭഗവാൻ നടത്തി തരുക തന്നെ ചെയ്യും. ആ ഒരു പരിപൂർണമായിട്ടുള്ള വിശ്വാസം അത് നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായും നല്ലതേ നടക്കും.